നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തായി ആലോചിച്ചു അത് ശരിയാവില്ല ശരത്തെ. നിന്നെ തല്ലാനാ സിദ്ധു സാർ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്. നിന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങി അത് ചെയ്യാതിരുന്നാലേ അത് ആത്മവഞ്ചനയോ. ചെയ്യുന്ന തൊഴിലിനോട് കൂറ് കാണിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കൂട്ടുകാരാ. അപ്പോ ഞങ്ങൾ നിന്നെ തല്ലാൻ പോവാ. സഹകരിച്ചാ ഇടി കുറച്ചേ കിട്ടൂ, അല്ലെങ്കിലേ നിന്റെ നട്ടല് ഞങ്ങൾ ഒടിക്കും. ഞാൻ ആരാണെന്ന് നിനക്കൊക്കെ അറിയാമല്ലോ. ഇവിടുന്ന് പുറത്തിറങ്ങിയാ നിന്നൊന്നും വെച്ചേക്കില്ല. അത് ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോഴല്ലേ. അതപ്പം നോക്കാം ശരത്തെ. ആദ്യം ഇന്നത്തെ ജോലി തീരട്ടെ. അങ്ങോട്ട് മതി. നിന്നെ കാണാനേ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ശരത്തെ ഇവിടുത്തെ താമസമൊക്കെ? സുഖല്ലേ? ഇത് ചോദിക്കാനാണോ നിങ്ങൾ വന്നത്? ഇവരാണ് ഗസ്റ്റ് എന്നായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു സാറേ. എനിക്ക് ഇവരെന്നല്ല ഒരുത്തിയും കണ്ട. അതെന്താടോ അങ്ങനെ? സാധാരണ തടവുകാർക്ക് ആരെങ്കിലും കാണാൻ വരുന്നത് വലിയ ഇഷ്ടമാ. താൻ നേരെ മറിച്ചാണല്ലോ. താനെന്താ അങ്ങനെ നിൽക്കുന്നത്? ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാർ എന്നെ പൊട്ടനാക്കുവാന്നോ അതോ സാറ് പൊട്ടനാണോ? അതെന്താ താൻ അങ്ങനെ പറഞ്ഞേ? എവളുടെ കാമനും കൂടി പറഞ്ഞു വിട്ട 2 ക്രിമിനലുകളെ എന്റെ സെല്ലിലേക്ക് അയച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ തലയിൽ ആൾതാമസം ഉണ്ട് സാറേ. സെല്ലിലിട്ട് മർദ്ദിച്ചതിനും അതിന് കാരണക്കാരായവരോടും ഞാൻ എണ്ണി പകരം ചോദിക്കും. ഓ അത് ശരി, അത് കൊള്ളാലോ. ഭീഷണിയാണല്ലേ? പകരം ചോദിക്കുമ്പോ ഇതും കൂടെ ചേർത്ത് ചോദിച്ചോ. ഇത് ജയിലാ. ഇവിടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിനൊക്കെ നിയമമുണ്ട്. ജയിൽ സൂപ്രണ്ടായ എന്നെ നീ പൊട്ടനെന്ന് വിളിച്ചു. അത് ഞാൻ ക്ഷമിക്കുന്നാണോ നീ കരുതിയത്? സർ, അപകടകാരി ആള്, എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. നോവിക്കുമ്പോ സൂക്ഷിച്ചു വേണം, തിരിച്ചടിക്കും. എങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ. നിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഞാൻ വായിച്ചു. കൊലപാതകം നിനക്കൊരു ഹോബി അല്ലടാ. പൊന്നു മോനെ, നിന്നെ ഇവിടെ നിറക്കാതിരിക്കാൻ ഞാൻ വിചാരിച്ചാ സാധിക്കും. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. നിന്റെ ഈ അവസ്ഥ നേരിട്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. കണ്ടു, സന്തോഷായി. കഴിഞ്ഞ തവണ വന്നപ്പോ നീ എന്നെ വെല്ലുവിളിച്ചായിരുന്നു. എന്താ ഇപ്പൊ അതൊന്നും ചെയ്യണ്ടേ നിനക്ക്? സൂക്ഷിച്ചാൽ നിനക്കൊള്ളാം. അല്ലെങ്കിലേ ഇതുപോലെ പലയിടത്തുനിന്നും മടി കിട്ടും. വരട്ടെ ശരത് സാറേ. ശരി സാർ.